പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. നമ്മളുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിലെ ചെടികൾ എങ്ങനെയാണ് ഇത്രയും നല്ലതായിട്ട് വളർന്നു വരുന്നത്? കുറച്ച് ദിവസം മുമ്പ് നോക്കുമ്പോൾ വളരെ ചെറിയ ചെടിയായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് വളരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു ഡ്രം അല്ലെങ്കിൽ തറയിൽ എങ്ങനെയാണ് ഒരു ചെടി നടുന്നത്, ഒരു ഡ്രമ്മിൽ എങ്ങനെയാണ് ചെടി നടുന്നത്, ഒരു തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ ചെടികൾ നടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു 220 ലിറ്ററിൻ്റെ ഡ്രമ്മിൻ്റെ ഒരു പകുതി കട്ട് ചെയ്ത ഹാഫ് ഡ്രം ആണ്. ഈ ഡ്രമ്മിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഡ്രെയിനേജ് സംവിധാനമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഡ്രെയിനേജിനായിട്ട് നമ്മൾ താഴെ സൈഡിൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ താഴത്തെ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിൽ കൂടി വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് സൈഡ് ഹോളുകൾ ഇട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു 3 ഇഞ്ച് പൊക്കി അല്ലെങ്കിൽ 4 ഇഞ്ച് പൊക്കിയൊക്കെ പലരും ഹോളിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ചെടിയുടെ വേര് താഴേക്ക് ഇറങ്ങി വേര് ഈ അങ്ങനെ 4 ഇഞ്ച് പൊക്കത്തിൽ അല്ലെങ്കിൽ 3 ഇഞ്ച് പൊക്കത്തിൽ ഹോളിട്ടാലുള്ള പ്രശ്നം, ഇത്രയും ഭാഗത്ത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയും വേര് താഴേക്ക് ചെന്ന് ആ വേര് വെള്ളത്തിലിറങ്ങി അത് ഫംഗലായി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി കേസുകൾ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഡ്രെയിനേജിനിടുന്ന ഹോളുകൾ പൊക്കി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ഹോളുകൾ റെഡിയാക്കിയതിനു ശേഷം അതിൻ്റെ അടിഭാഗത്ത് വേരോട്ടം മികച്ച രീതിയിലാക്കുവാൻ വേണ്ടിയും ഒരു തണുപ്പ് നിലനിർത്താൻ വേണ്ടിയും നമ്മൾക്ക് ഒന്നുകിൽ ഗ്രാവൽ പോലത്തുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഇടാം. അതല്ലെങ്കിൽ പൊട്ടിയ ഓട് കഷ്ണങ്ങൾ നമ്മൾക്ക് അടിഭാഗത്തായിട്ട് നിരത്താം. നമ്മൾ അടിഭാഗത്തായിട്ട് ഗ്രാവലോ അല്ലെങ്കിൽ ഓടിന്റെ ഉടഞ്ഞ കഷ്ണങ്ങളോ ഇട്ട് ആ ഡ്രൈനേജ് സംവിധാനം സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്തായിട്ട് പൊടിഞ്ഞ കരിയിലയാണ് ഇടേണ്ടത്. കരിയില വെറും കരിയിലല്ല, കിടന്ന് പൊടിഞ്ഞ കരിയിലയാണ് നമ്മൾ ഇടേണ്ടത്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ നമ്മൾ കരിയില ഇട്ടതിന് ശേഷം അപ്പൊ ചോദിക്കും, പൊടിഞ്ഞ കരിയില എന്തിനാണ് ഇടുന്നത്, അല്ലെങ്കിൽ കരിയില അങ്ങ് ഇട്ടാൽ പോരെ, അതവിടെ കിടന്ന് പൊടിയില്ലേ എന്ന് ഒരു ചോദ്യം ഉണ്ടാവാം. പൊടിഞ്ഞ കരിയിലയുടെ അഡ്വാൻറ്റേജ്, നമ്മൾ ഇതിനകത്ത് പകുതി കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടന്നതാണ് പൊടിഞ്ഞ കരിയില എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയയ്ക്ക് വേണ്ടി പൊടിയാത്ത കരിയിലയാണെങ്കിൽ കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി, കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം ആണല്ലോ, സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികൾ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ പോട്ടി മിക്സറിൽ നിന്ന് നൈട്രജൻ എന്ന് പറയുന്ന മൂലകം യൂസ് ചെയ്യുകയും ഈ പോട്ടി മിക്സറിനകത്ത് നൈട്രജന്റെ കുറവുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പൊടിഞ്ഞ കരിയില ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ശേഷം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് സാധാ മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മണ്ണ് ഒരു 2 ഇഞ്ച് കനത്തിൽ ഇട്ടതിന് ശേഷം ഒന്നുകിൽ ഈ മണ്ണിലേക്ക് വളം മിക്സ് ചെയ്ത് വളമണ്ണായിട്ട് ഇടാം, അതല്ലെങ്കിൽ വളം ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പൊ നമ്മൾ മണ്ണ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ചേർക്കുന്ന വളങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊരു ഫംഗിസൈഡാണ്. ഇതിന്റെ പേര് റൂട്ട് ഗാർഡ് എന്നാണ്. ഇത് റൂട്ട് സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അഴുകൽ ബാധ, ഫംഗൽ ബാധ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ പോട്ടി മിക്സിനകത്ത് ഉപയോഗിക്കുന്നതാണ് റൂട്ട് ഗാർഡ്. ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ്. അതിനുശേഷം ഉപയോഗിക്കുന്നത് ഒരു സമ്പൂർണ്ണ അടിവളമായ ഭൂമി പവറാണ്. ഇതൊരു ഗ്രാനുലാർ സ്റ്റേജിലുള്ള ജൈവവളമാണ്. ഇത് ചെടികൾക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യാനായിട്ട് ഈ ഭൂമി പവറിന് കഴിയും. ഇത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തോളം ഇതിൻ്റെ എഫക്റ്റ് ചെടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ മിക്സ് ആണ് അല്ലെങ്കിൽ വളമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 കിലോയോളം. പച്ചക്കക്കയുടെ പൊടി ഉപയോഗിക്കുന്നുണ്ട്, കാൽസ്യം കാർബണേറ്റ്, പിന്നെ എല്ലുപൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ റൂട്ട് ഗാർഡാണ് ഇടുന്നത്.
ഇത് ഏകദേശം ഒരു 30 ഗ്രാമോളം മതിയാവും ഒരു ഡ്രമ്മിലേക്ക്. ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ഈ ഡ്രം സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തെ പോട്ടി മിക്സ് സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ചെടിയുടെ ബഡിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഈ പോട്ടി മിക്സറിൻ്റെ ഹൈറ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെടി വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് വെക്കേണ്ട ചെടി നമ്മളൊരു മാതൃനാരങ്ങയാണ് വെക്കുന്നത്. അപ്പോൾ ഫോം ഗ്രാനൈറ്റ് ഇതിൻ്റെ കവറ് പതുക്കെ വേര് പൊട്ടാതെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഈ ചെടിയെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെടിയെ അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചതിന് ശേഷം ഈ ചെടിയുടെ സൈഡിലേക്ക് ഇത്തരത്തിൽ പൊടിഞ്ഞ കരിയില കൊണ്ട് ഒരു ലെയർ സൃഷ്ടിക്കണം. ഇത്തരത്തിൽ പൊടിഞ്ഞ കരിയിലയാണ് നമ്മൾ ഈ കവറ് പൊട്ടിച്ച് വെച്ച ചെടിയുടെ വേര് പടലത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഇതെന്തുകൊണ്ടെന്നാൽ ഈ ചെടിയിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ വേര് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് ആണ് ഇറങ്ങി ചെല്ലേണ്ടത്. നമ്മളിപ്പോൾ വളമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ നനവ് പറ്റുമ്പോൾ കോമ്പാക്ഷൻ സംഭവിക്കും. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ അതവിടെ അമർന്ന് ഒരു കട്ടിയായിട്ട് മാറും. അത്തരത്തിൽ കട്ടിയായി മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിന്റെ വേരോട്ടം പ്രോപ്പറായിട്ട് നടക്കാതെ ഈ ചെടി ഒരു മുരടിച്ച സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഇത്തരത്തിൽ കരിയില കൊണ്ട് ഒരു ലെയർ ഉണ്ടാക്കി അതിന്റെ ഔട്ടർ ലെയറിലാണ് നമ്മൾ ബാക്കിയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഒരു കരിയില കൊണ്ട് ഒരു കവറിങ് സൃഷ്ടിക്കുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള എയറേഷൻ ഈ മണ്ണിലേക്ക് എത്തുകയും ഈ ചെടി പെട്ടെന്ന് വളർന്നു വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. ഈ രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ ഇതിന്റെ സൈഡുകളിൽ കരിയില അറേഞ്ച് ചെയ്തതിന് ശേഷം കരിയിലയുടെ ഔട്ട് സൈഡിലേക്ക് നമ്മൾ ഒന്നുകിൽ വളം പ്രിപ്പയർ ചെയ്ത മണ്ണോ അല്ലെങ്കിൽ മണ്ണ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് വളം മുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സൈഡുകളിലെല്ലാം മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വളത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ മണ്ണ് അറേഞ്ച് ചെയ്തു അതിലേക്ക് വേണ്ടുന്ന ഭൂമി പവർ ഇട്ട് കൊടുത്തു. ടോട്ടൽ ഒരു ഡ്രമ്മിലേക്ക് നമ്മൾക്ക് 100 ഗ്രാം വരെ മാക്സിമം ഭൂമി പവർ ഉപയോഗിക്കാം. നമ്മൾ ഈ ഭൂമി പവർ ഇടുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചെടിക്ക് ആവശ്യമായ 17 മൂലകങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് ഉതകുന്ന ഒരു സമ്പൂർണ്ണ ജൈവവളമാണ് ഭൂമി പവർ. ഇതിനകത്ത് ഹ്യൂമസ്, സീവിഡ് എക്സ്ട്രാക്ടർ പോലത്തുള്ള മൈക്രോ ന്യൂട്രിയൻറ്റുകൾ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന വളങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെടികൾ നടുമ്പോൾ ഭൂമി പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് സ്ലോ റിലീസിംഗ് ആയിട്ട് ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ 3 മാസം വരെ ഇതിന്റെ ഗുണം ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഈ ചെടിയുടെ വേരിൽ നിന്ന് അകലത്തേക്ക് ഈ ഡ്രമ്മിന്റെ സൈഡുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം ഈ ചെടിക്ക് തുടക്ക സമയത്ത് തന്നെ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഈ ചെടിക്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെടിയുടെ വേര് ഇതിൽ നിന്ന് ഇറങ്ങി ഈ കരിയിലയിലേക്ക് വരികയും കരിയിലയിൽ നിന്ന് വളമണ്ണിലേക്ക് കയറി ആവശ്യമായ വളങ്ങൾ എടുക്കുകയും ചെയ്യും. തുടക്ക സമയത്ത് കൂടുതൽ ചൂടോ സ്ട്രെസ്സോ കൊടുത്താൽ ഈ ചെടി വാടിപ്പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിക്കാനോ കാരണമാകും. അതുകൊണ്ട് ഔട്ട് സൈഡിൽ നല്ലതുപോലെ വളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം.
ഇത്തരത്തിൽ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കരിയില നല്ലതുപോലെ ഇട്ട് ഒരു പൊതയായി ആ പോട്ടിംഗ് മിക്സറിനെ സംരക്ഷിക്കേണ്ടതാണ്. ആ ചെടിയെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു പുത കരിയില കൊണ്ട് ഇടണം. ആ കരിയിലയും നന്നായിട്ട് പൊടിഞ്ഞ കരിയില ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളമല്ല ചെടിക്ക് ആവശ്യം, മണ്ണിന് നനവ് മാത്രമാണ് ആവശ്യം. അതെപ്പോഴും ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ ആ വീഡിയോയുടെ താഴെയായിട്ട് കൊടുത്തിരിക്കും. അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ പോട്ടിംഗ് മിക്സറുകളോ അല്ലെങ്കിൽ ഇതിനാവശ്യമായ വളങ്ങളോ ഈ ഡ്രമ്മോ അല്ലെങ്കിൽ ഡ്രമ്മ് സെറ്റ് ചെയ്ത ചെടിയോട് കൂടിയതോ ആവശ്യമെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.